അപ്പോൾ ഗൈസ്, പണ്ട് നമ്മളെ കേരളത്തിൽ ടിക്ടോക്ക് ട്രെൻഡിങ് ആയിരിക്കുന്ന കാലം മുതൽ ടിക്ടോക്കിൽ മാസ് വീഡിയോസ് ചെയ്ത്, അത് ആക്ടിങ് രീതിയിലെ വീഡിയോസ് ചെയ്ത് നമ്മളെ ഏവരും ഞെട്ടിച്ച ഒരാളെ പറ്റിയാണ് പറയാൻ പോണത്. അത് മറ്റേ ആരുമില്ല, നമ്മൾ അബൂസാലിമിനെ പറ്റി. നമ്മൾ ജാക്കി ചാൻ്റെ സിനിമ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഏത് ഭാഷയായാലും നമ്മളത് കണ്ടിരിക്കും. കാരണം അതിൻ്റെ സ്റ്റൺസും പെർഫോമൻസും കാരണം നമ്മൾ കണ്ടിരിക്കുന്നത്. എന്തിനു പുറമെ അയാൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ 5 മില്യൻ്റെ മേലെ ഫോളോവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അയാളെ ലെവലിൽ എത്തിപ്പെടാൻ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ലൈഫിലൊന്നും എത്തിപ്പെടണം. നമ്മൾ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മളെ കുറ്റപ്പെടുത്താനോ കളിയാക്കാനോ കുറേ പേരുണ്ടാവും. അവരെ ചിന്താഗതി അവർക്ക് ഇറങ്ങിത്തിരിക്കാൻ വയ്യേനും നമ്മൾ എത്തിപ്പെടുന്ന അവർക്ക് അസൂയ ഉണ്ടാവും. അതുകൊണ്ട് അവർ പറഞ്ഞാൽ നമ്മൾ മൈൻഡ് ആക്കേണ്ട ഒരു ആവശ്യമില്ല. അവരെന്ത് പറഞ്ഞാൽ നമ്മളത് ബാധിക്കാൻ പോണില്ല. നമ്മൾ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുക, എഫോർട്ട് കൊടുക്കുക, നമ്മൾ എന്തായാലും എത്തിപ്പെടും. അതിനൊരു പ്രൊഫഷണൽ ഒരു നല്ലൊരു ജോലി എത്തിപ്പെടാനാണെങ്കിലും അതേപോലെ ഇനി പല ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിലും നമ്മൾ അതിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ നമ്മളെന്തായാലും എത്തിപ്പെടും. നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുക. ഒരു പണിയും ചെയ്ത് വീട്ടിൽ വെറുതെ ഇരുന്ന് നമ്മളവിടെ എത്തിപ്പെടത്തില്ല. നമ്മൾ ആൾക്കാർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മൾ മാക്സിമം എഫോർട്ട് എടുക്കാൻ തയ്യാറായി നമ്മൾ എന്തായാലും എത്തിപ്പെടും. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഇറങ്ങി തിരിച്ചുകൂടി അവിടെ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ കണ്ട പൊട്ട ചിന്താഗതിയിൽ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചിട്ട് അവർക്ക് ഇറങ്ങി തിരിക്കാനും വയ്യ. അവർ വെറുതെ നമ്മളെ കുറ്റപ്പെടുത്തിയിരിക്കണമെങ്കിൽ നമ്മളെന്തെങ്കിലും അത് കേൾക്കണോ? നമ്മളെ ലക്ഷ്യം എന്താ? നമുക്ക് അവിടെ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം എഫോർട്ട് എടുത്താൽ മാത്രമേ എത്തുള്ളൂ. വെറുതെ അവരെ പറയണ്ട് ഇവരെ പറയണ്ട് ഇരുന്ന് ചിന്താണ്ടല്ലോ. ഈ ചെവി കൊടുത്താൽ ചെവി കൂടെ കളയാൻ പഠിക്കുക. അത്രേ ഉള്ളൂ. വേറെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി.